ഡൽഹിയിൽ അടൽ സമാധി സ്മാരകമായ സദൈവ് അടലിൽ ആദരവർപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. തത്സമയം കാണാം. सदैव अटल पर संत समाज के अनेक व्यक्ति मौजूद हैं. अटल जी मन के उद्गार को व्यक्त करने के लिए कविता का सहारा लेते और सदैव अटल यह समाधि उनके विचारों और मानवीय दृष्टिकोण का प्रतिबिंब है. वित्त मंत्री निर्मला सीतारमण जी, रेल मंत्री अश्विनी वैष्णव जी तथा अन्य केंद्रीय मंत्रियों समेत अनेक गणमान्य व्यक्ति आज सदैव अटल पर पुष्पांजलि अर्पित कर श्रद्धेय अटल बिहारी वाजपेयी जी को स्वागत करेंगे. माननीय राष्ट्रपति द्रौपदी मुर्मू जी का सदैव अटल पर आगमन, उनका अभिवादन करते हुए उपराष्ट्रपति, माननीय प्रधानमंत्री, माननीय गृह मंत्री, लोकसभा अध्यक्ष यहां सदैव अटल पर. ഗൗതം കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ഗൗതം, അടൽ ബിഹാരി വാജ്പേയിയുടെ 100ാം പിറന്നാൾ ഭാരതത്തെ സംബന്ധിച്ച് രാജ്യത്തിന് ഒരു പുതിയ മാനം, രാജ്യത്തിൻ്റെ ദേശീയ തലത്തിലെ ഒരു രാഷ്ട്രീയ ചിന്താഗതിക്ക് ഒരു പുതിയ മാനം നൽകിയ നേതാവാണ്. ഒരു പക്ഷേ 21ാം നൂറ്റാണ്ടിൻ്റെ ശില്പി എന്ന് പോലും നമുക്ക് വിളിക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ സമാധി ആഘോഷങ്ങൾ, സമാധി സ്ഥലത്ത് പുഷ്പാഞ്ജലി അർപ്പിക്കാനാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഒക്കെ എത്തിയിരിക്കുന്നത്. ഗൗതം. ഉമേഷ്, ഇപ്പോൾ സദൈവ് അടലിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ സമാധി പീഠത്തിൽ പുഷ്പാർച്ചന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തും. അല്പസമയം മുൻപ് അദ്ദേഹം അടൽ ബിഹാരി വാജ്പേയിയെ അനുസ്മരിച്ചുകൊണ്ട് എക്സിൽ കുറിച്ചിരുന്നു. ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക്, ഭാരതീയർക്ക് പ്രേരണാ സ്രോതസ്സാണ് അടൽ ബിഹാരി വാജ്പേയിയുടെ ഐതിഹാസികമായ ജീവിതയാത്ര എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചത്. ആധുനിക ഭാരതത്തെ രൂപപ്പെടുത്തി എടുക്കുന്നതിലും NDA ശക്തിപ്പെടുത്തുന്നതിലുമൊക്കെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി നിർണായകമായ പങ്ക് വഹിച്ചുവെന്നും നരേന്ദ്രമോദി തന്റെ എക്സിൽ കുറിച്ചിരിക്കുന്നു. ഒപ്പം അടൽ ബിഹാരി വാജ്പേയിയും ഒത്തുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്ന ചിത്രങ്ങൾ കൂടി എക്സിൽ ഈ കുറിപ്പിനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചേർത്തിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. നമുക്കറിയാം, ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാഷ്ട്രീയത്തിൽ വലിയ പിന്തുണയും, പ്രത്യേകിച്ച് അദ്ദേഹത്തെ രാഷ്ട്രീയ രംഗത്തേക്ക് നേരിട്ട് അദ്ദേഹത്തിന്റെ പ്രവേശനം ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന തലത്തിലേക്ക് നരേന്ദ്രമോദിയെ ഉയർത്തുന്നതിൽ അടൽ ബിഹാരി വാജ്പേയിക്ക് നിർണായക പങ്കുണ്ട്. BJPയുടെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് മോദിയെ എത്തിക്കുന്നതിൽ വാജ്പേയി പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നു. അതിനാൽ തന്നെ വളരെ വൈകാരികമായ ഒരു ബന്ധം അടൽ ബിഹാരി വാജ്പേയിയോട് നരേന്ദ്രമോദിക്ക് ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇക്കാര്യങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുറിപ്പാണ് രാവിലെ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. എന്തായാലും സദൈവ് അടലിൽ ഇപ്പോൾ ഈ ചടങ്ങ് പുരോഗമിക്കുകയാണ്. പ്രമുഖ വ്യക്തിത്വങ്ങൾ ഓരോരുത്തരായി ഇപ്പോൾ ഈ പുഷ്പാർച്ചന നടത്തും. അതിനുശേഷം പ്രത്യേക പ്രാർത്ഥനയും അടൽ ബിഹാരി വാജ്പേയിയുടെ സമാധി പീഠത്തിലുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ 100ാം ജന്മവാർഷികമാണ്. അദ്ദേഹം 2017 ഓഗസ്റ്റ് മാസം 16-നാണ് തന്റെ സുദീർഘമായ ഇഹലോകവാസം ഉപേക്ഷിച്ച് വിട്ടുപിരിഞ്ഞത്. അതിനുശേഷം പിന്നീട് അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനം ഓരോ ഡിസംബർ 25-ഉം സദ്ഭരൺ ദിവസ് എന്ന നിലയിലാണ് കേന്ദ്ര സർക്കാർ രാജ്യത്തൊട്ടാകെ ആചരിക്കുന്നത്. ഈ വർഷം 100ാമത്തെ അടൽ ജയന്തി എന്ന നിലയിൽ വളരെ വിപുലമായ രീതിയിലുള്ള പൊതുപരിപാടികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു. ഇതിൽ പ്രധാന പരിപാടി ഖജുരാഹോയിലാണ് നടക്കുന്നത്. മധ്യപ്രദേശാണ് അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മസ്വദേശം. അദ്ദേഹം മധ്യപ്രദേശിലെ ഗ്വാളിയാറിലാണ് ജനിക്കുന്നത്. അതിനുശേഷം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലേക്ക് ഉൾപ്പെടെ അദ്ദേഹം കടന്നു വരുന്നത് മധ്യപ്രദേശിലൂടെ തന്നെയാണ്. അതിനാൽ ഇന്ന് മധ്യപ്രദേശിലെ ഖജുരാഹോയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കാനിരിക്കുന്നത്. ഖജുരാഹോയിൽ പ്രധാനമന്ത്രി
ഇന്ന് വിവിധ പദ്ധതികൾക്ക്, പ്രത്യേകിച്ച് നദീ സംയോജന പദ്ധതികൾ ഉൾപ്പെടെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഒപ്പം അടൽ ബിഹാരി വാജ്പേയിയുടെ ചിത്രമുള്ള പ്രത്യേക കോയിൻ, അതോടൊപ്പം തന്നെ അടൽ ബിഹാരി വാജ്പേയിയുടെ സ്റ്റാമ്പ് തുടങ്ങിയവ ഇന്നിപ്പോൾ ഖജുരാഹോയിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകാശനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സദൈവ് അടലിൽ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അടൽ ബിഹാരി വാജ്പേയിയുടെ സമാധിപീഠത്തിൽ പുഷ്പാർച്ചന നടത്തുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇപ്പോൾ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർള, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയും NDA നേതാവുമായ ചന്ദ്രബാബു നായിഡു, അങ്ങനെ പ്രമുഖ വ്യക്തികളുടെ നീണ്ട നിര നമുക്ക് കാണാം. BJP ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ JP നഡ്ഡ, ഒപ്പം കേന്ദ്രമന്ത്രിയും JDS നേതാവുമായ HD കുമാരസ്വാമി, അങ്ങനെ BJP നേതാക്കൾ മാത്രമല്ല NDAയുടെ പ്രമുഖ വ്യക്തിത്വങ്ങളെല്ലാം, NDA നയിക്കുന്ന നേതാക്കളെല്ലാം തന്നെ ഇന്നിപ്പോൾ സദൈവ് അടലിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവാണ് പുഷ്പാർച്ചന നടത്തുന്നത്. തൊട്ടു പിന്നിൽ BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ NDA ശക്തിപ്പെടുത്തുന്നതിലും വളരെ സുപ്രധാനമായ പങ്ക് വഹിച്ച, അല്ലെങ്കിൽ NDAയുടെ സ്ഥാപകൻ കൂടിയാണ് AB വാജ്പേയി. നമുക്കറിയാം 1980 ഏപ്രിൽ മാസത്തിൽ ഭാരതീയ ജനതാ പാർട്ടി, പഴയ ജനസംഘം, BJP ആയി രൂപപ്പെടുന്ന കാലഘട്ടത്തിൽ അതിന്റെ ആദ്യ ദേശീയ അധ്യക്ഷനും അതോടൊപ്പം തന്നെ സ്ഥാപക നേതാവുമാണ് അടൽ ബിഹാരി വാജ്പേയി. അതുപോലെ തന്നെ 98 കാലഘട്ടത്തിൽ NDA രൂപപ്പെടുമ്പോൾ, അതായത് BJPക്ക് വലിയ ഭൂരിപക്ഷം ജനങ്ങൾ നൽകിയിട്ടും മുന്നണി സമവായത്തിലൂടെ BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനുള്ള ശ്രമം തുടർച്ചയായി സോണിയാഗാന്ധി നടത്തുന്ന ഘട്ടത്തിലാണ് ദേശീയ വിചാരധാരയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗം രാഷ്ട്രീയ പാർട്ടികളെ ചേർത്തുകൊണ്ട് അടൽ ബിഹാരി വാജ്പേയിയും ലാൽകൃഷ്ണ അഡ്വാനിയും ചേർന്നുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യം രൂപപ്പെടുത്തുന്നത്. അതിനാൽ BJP ഒപ്പം NDAയുടെയും സ്ഥാപകരിൽ ഒരാളാണ് അടൽ ബിഹാരി വാജ്പേയി. അതിനാലാണ് ഇന്ന് വൈകുന്നേരം NDA യോഗം ഡൽഹിയിൽ ചേരുന്നുണ്ട്. അടൽ ബിഹാരി വാജ്പേയിയുടെ 100ാം ജന്മദിനത്തിലാണ് NDA യോഗം JP നഡ്ഡയുടെ വസതിയിൽ ഡൽഹിയിൽ ചേരുന്നത്. പ്രത്യേക പ്രാർത്ഥനയും അടൽ ബിഹാരി വാജ്പേയി അനുസ്മരണവും ഈ NDA യോഗത്തിലുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. എന്തായാലും ഇപ്പോൾ സദൈവ് അടലിലാണ് പ്രധാനപ്പെട്ട ചടങ്ങ്. ഇതിനുശേഷം ഉച്ചയ്ക്ക് 12:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശിലെ ഖജുരാഹോയിലെത്തി അവിടെ നടക്കുന്ന ഒറ്റ കാര്യം കൂടി, ഭാരതത്തിന്റെ വികസനത്തെ രണ്ടായി തിരിച്ചാൽ അടൽ ബിഹാരി വാജ്പേയിക്ക് മുൻപും ശേഷവും എന്ന തരത്തിലേക്ക് പറയാം. പ്രത്യേകിച്ച് IT പോലെയുള്ള, ഇപ്പോൾ ഭാരതത്തിൻ്റെ കുതിപ്പിന് മുന്നിൽ നിൽക്കുന്ന IT പോലെയുള്ള വ്യവസായ മേഖലകൾക്ക് അതിന് വലിയൊരു മാറ്റം കൊണ്ടുവന്നതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ. ഒപ്പം റോഡ് കണക്ടിവിറ്റി, പ്രധാനമന്ത്രി സടക്ക് യോജന പോലെയുള്ള ഗ്രാമീണ മേഖലയിലെ റോഡ് കണക്ടിവിറ്റികൾക്ക് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ. ഒപ്പം പ്രതിരോധ മേഖലയിൽ ആണവ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് ഭാരതത്തിൻ്റെ ആ ഒരു സ്വതന്ത്ര പരമാധികാരത്തെ വീണ്ടും ഇങ്ങനെ ഉയർത്തിക്കട്ടെ. അങ്ങനെ എല്ലാ തരത്തിലും നോക്കിയാൽ അങ്ങനെ ഒരു 2 കാലഘട്ടമായി ഭാരതത്തെ തരംതിരിക്കാവുന്നതല്ലേ? ഉമേഷെ, തീർച്ചയായിട്ടും അടൽ ബിഹാരി വാജ്പേയിയുടെ ഭരണകാലഘട്ടം ഭാരതത്തെ സംബന്ധിച്ച് ഭാരതം വളരെ സുപ്രധാനമായ പല നേട്ടങ്ങളും കൈവരിച്ച, ഒപ്പം ഈ രാഷ്ട്രത്തിന്റെ കരുത്തും അതോടൊപ്പം തന്നെ ആത്മവിശ്വാസവും എല്ലാം ലോകം തിരിച്ചറിഞ്ഞൊരു കാലഘട്ടമാണ്. അദ്ദേഹം ആദ്യമായി പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത് 96-ലാണ്. അന്ന് അധികാരത്തിൽ 13 ദിവസമാണ് ഇരുന്നത്. പിന്നീട് 98-ൽ എത്തുന്ന ഘട്ടത്തിൽ 13 മാസം മാത്രമാണ് സർക്കാർ ശേഷിച്ചത്. പിന്നീടാണ് NDA വിപുലീകരിച്ചുകൊണ്ട് 99-ൽ 182 സീറ്റുകൾ BJP ഒറ്റയ്ക്ക് നേടിയും പിന്നീട് സഖ്യകക്ഷികൾ TDPയും ഇന്നത്തെ ശിവസേനയും അതോടൊപ്പം തന്നെ അകാലിദളും ഒക്കെ ചേർന്നുകൊണ്ടുള്ള സഖ്യ സർക്കാർ പിന്നീട് 2004 വരെ ഭരിച്ചത്. ആ 5 വർഷ കാലഘട്ടം നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായിരുന്നു. IT മേഖലയിൽ ഭാരതം നടത്തിയിട്ടുള്ള ചുവടുവെപ്പ്, അതോടൊപ്പം തന്നെ നിർബന്ധ വിദ്യാഭ്യാസം, അതായത് മുഴുവൻ കുട്ടികൾക്കും വിദ്യാഭ്യാസം നിർബന്ധമായും നൽകണമെന്ന് സംബന്ധിച്ചുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തത് അടൽ ബിഹാരി വാജ്പേയി സർക്കാരാണ്. അതോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെ നടപ്പാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ, അത് നേരത്തെ സൂചിപ്പിച്ച റോഡ് നിർമ്മാണം ഉൾപ്പെടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അതോടൊപ്പം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുള്ള പരിഗണന, ആദ്യമായി വടക്ക് കിഴക്കൻ മേഖലയ്ക്കായി ഒരു മന്ത്രാലയം രൂപപ്പെടുത്തുന്നത് AB വാജ്പേയി സർക്കാരാണ്. അങ്ങനെ രാജ്യത്തിന്റെ വികസനത്തിൽ വളരെ നിർണായകമാകുന്ന പല തീരുമാനങ്ങൾ കൈക്കൊണ്ട സർക്കാർ ഭാരതത്തിന്റെ കരുത്തും ആത്മവിശ്വാസവും ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ചു. ആ കാലത്ത് നമുക്കറിയാം, അമേരിക്ക ഉൾപ്പെടെയുള്ള പല ലോകശക്തികളുടെയും വെല്ലുവിളികളെ
അതിജീവിച്ചുകൊണ്ടാണ് അടൽ ബിഹാരി വാജ്പേയി സർക്കാർ പൊക്രാനിൽ 1998 മെയ് മാസത്തിൽ അണു പരീക്ഷണം നടത്തുന്നത്. അന്ന് അമേരിക്കയും അതോടൊപ്പം പല ലോകരാജ്യങ്ങളും ഭാരതത്തോട് ആണവ പരീക്ഷണം നടത്താൻ പാടില്ല, അങ്ങനെ നടത്തുകയാണെങ്കിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന ഒരു ഭീഷണി മുഴക്കിയിരുന്നു. എന്നാൽ അത്തരം ഭീഷണികളെ വകവയ്ക്കാതെ AB വാജ്പേയിയും അതോടൊപ്പം തന്നെ അന്നത്തെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് നാം വിശേഷിപ്പിക്കുന്ന ഭാരതത്തിന്റെ മുൻ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം തുടങ്ങിയ നേതാക്കളുടെ ആശീർവാദത്തോടെ അവരുടെ കൃത്യമായ ഇടപെടലിലൂടെയാണ് അണുപരീക്ഷണം നമ്മൾ പൊക്രാനിൽ നടത്തിയത്. ഒപ്പം കാർഗിൽ യുദ്ധത്തിന്റെ ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. 1999 കാർഗിലിൽ പാക് ഭീകരവാദികൾ നടത്തിയ നുഴഞ്ഞുകയറ്റവും അതിനെ കൃത്യമായി പ്രതിരോധിച്ചുകൊണ്ട് ഇന്ത്യ നടത്തിയ യുദ്ധവിജയങ്ങളുമൊക്കെ ഓപ്പറേഷൻ വിജയ്, അത് AB വാജ്പേയിയുടെ കാലഘട്ടത്തിൽ നടന്ന മറ്റൊരു നീക്കമാണ്. ഒപ്പം യുദ്ധവും അണുപരീക്ഷണവും ഉൾപ്പെടെ ഭാരതം ഈ രാഷ്ട്രത്തിന്റെ അഖണ്ഡതയെ കാക്കുന്നതിനായി എടുത്തിട്ടുള്ള തീരുമാനങ്ങൾക്കൊപ്പം ലോകത്തിന് മുന്നിൽ സമാധാനത്തിന്റെ വലിയ സന്ദേശം കൂടി നൽകിയ ഒരു സമാധാന പ്രേമി കൂടിയാണ് AB വാജ്പേയി. കാരണം പാകിസ്ഥാനുമായി ഈ സമാധാനത്തിന് വേണ്ട എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി AB വാജ്പേയിയാണ്. അദ്ദേഹം ലാഹോറിലേക്ക് ബസ് യാത്ര നടത്തിയത് നമുക്കറിയാം. പഞ്ചാബിലെ വാഗ അതിർത്തി വഴി ആ ബസ് ലാഹോർ ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ അത് വലിയ സമാധാന സന്ദേശവുമായാണ് ആ ബസ് ലാഹോറിലേക്ക് എത്തിയത്. അന്ന് പാകിസ്ഥാനിലും ഊഷ്മളമായ വരവേൽപ്പ് അടൽ ബിഹാരി വാജ്പേയിക്ക് ലഭിച്ചിരുന്നു. പക്ഷെ പാകിസ്ഥാന്റെ തനി നിറം എന്നത് ഒരു ഭാഗത്ത് അവർ സമാധാനത്തിനായി ആഹ്വാനം ചെയ്യുന്ന അതേ ഘട്ടത്തിലാണ് കാശ്മീരിലേക്ക് കാർഗിലിലേക്ക് ഇസ്ലാമിക ഭീകരവാദികളെ അയച്ചത്. അങ്ങനെ പാകിസ്ഥാനാണ് സമാധാന ശ്രമങ്ങളെ എല്ലാ അർത്ഥത്തിലും അട്ടിമറിച്ചത്. അടൽ ബിഹാരി വാജ്പേയിയും BJP NDA സർക്കാരും എല്ലാ അർത്ഥത്തിലും അന്ന് പാകിസ്ഥാനുമായ ഒരു സമാധാന സന്ദേശത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ആ ബസ് യാത്ര നടത്തിയത്. പക്ഷെ പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാജ്യം എന്ന നിലയിൽ ആ സമാധാന ശ്രമങ്ങളെ അട്ടിമറിച്ചു എന്നതാണ് ചരിത്രം. അപ്പോൾ അടൽ ബിഹാരി വാജ്പേയിയുടെ ഭരണ കാലഘട്ടം ഭാരതത്തെ സംബന്ധിച്ച് മുൻപ് ഒരിക്കലും ഇല്ലാത്ത വിധത്തിൽ നമുക്കറിയാം. അതിന് മുൻപ് കോൺഗ്രസ് ഭരണം രാജ്യത്ത് നിലനിന്നതിന് നേരെ ഘടകവിരുദ്ധമായി ദേശീയ നിലപാടുകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വികസന വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ഭരണകാലഘട്ടമായിരുന്നു. അതിനാൽ തന്നെയാണ് അടൽ ബിഹാരി വാജ്പേയി എന്ന പ്രധാനമന്ത്രിക്ക് ഇത്രത്തോളം സ്വീകാര്യത ഭാരതത്തിന്റെ പൊതുസമൂഹത്തിനിടയിൽ ലഭിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ ഓരോ ഡിസംബർ 25 ഇപ്പോൾ സദ്ഭരൺ ദിവസ് എന്ന നിലയിൽ ആചരിക്കുന്നത്. ഉമേഷ്. യെസ്, ഗൗതമാണ് ഡൽഹിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. സൂര്യനിൽ നീങ്ങും സൂര്യനുദിക്കും വീണ്ടും താമര വിരിയുമെന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗം, എത്രത്തോളം ദീർഘവീക്ഷണം ഉണ്ടായിരുന്ന ആളാണ് അടൽ ബിഹാരി വാജ്പേയി എന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പലപ്പോഴും മനസ്സിലാകുന്നുണ്ട്. നേരത്തെ ഗൗതം സൂചിപ്പിച്ച പോലെ തന്നെ ഭാരതത്തിന് ഒരു പുതിയ ദിശാബോധം നൽകിയ നേതാവ്. അദ്ദേഹത്തിൻ്റെ 100ാം ജന്മദിനം വിപുലമായ ചടങ്ങുകളോടെ കേന്ദ്ര സർക്കാർ അനുസ്മരണത്തിലേക്ക് കടക്കുകയാണ്. ഗൗതമാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.